ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാമിലാസ് ടേസ്റ്റി റെസിപ്പി. ഇന്ന് നമ്മളൊരു കിടുക്കാച്ചി പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. സൽക്കാരത്തിലൊക്കെ തിളങ്ങാൻ പറ്റിയ ഒരു പുഡിംഗ് ആണിത്. ലൈക്ക് ചെയ്യാം, പിശുക്ക് കാണിക്കരുതേ. ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ മാംഗോ പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി 2 നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 രൂപത്തിൽ കട്ട് ചെയ്യണം. അങ്ങനെ ഞാൻ 2 രൂപത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലുള്ള ചെറിയ പീസാക്കി കട്ട് ചെയ്തതിൽ ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. ഇനി നമുക്ക് മാംഗോൻ്റെ മിക്സ് തയ്യാറാക്കാം. അതിനുവേണ്ടി നമ്മൾ കട്ടാക്കി വെച്ചിരിക്കുന്ന മാംഗോ പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറ്റിയ ഒരു 1.5 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാണ്ടുള്ള പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്, ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 1/4 കപ്പ് പഞ്ചസാര. നമുക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. നമ്മുടെ മാംഗോ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നേരത്തെ നമ്മൾ 1.5 കപ്പ് പാലെടുത്തിരുന്നു. 1/2 കപ്പ് ഒരു റൂം ടെമ്പറേച്ചറുള്ള പാലും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് 1 കപ്പ് മാംഗോന്റെ പ്യൂരി നമുക്കെടുത്ത് മാറ്റി വെക്കാം. മാംഗോ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് സ്ലൈസ് ബ്രെഡും കൂടി ആവശ്യമുണ്ട്. ഇതേപോലെ ബ്രെഡിൻ്റെ അറ്റം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 9 ബ്രെഡ് സ്ലൈസ് ആണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് പുഡിങ് എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പം നമുക്ക് പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മാംഗോ മിക്സിലേക്ക് ബ്രെഡ് ഇട്ടിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് പുഡിംഗ് ട്രേയിലേക്ക് നിരത്തി വെച്ചു കൊടുക്കാം. നമ്മളൊരു ലെയർ ബ്രെഡൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാംഗോ മിക്സ് ഉണ്ടല്ലോ, ഈ ചെറിയ പീസാക്കിയിട്ട് അത് നമുക്കിതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കരുത്, പകുതി. നമ്മുടെ മാംഗോൻ്റെ പീസ് മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മാത്രം മതി. നമുക്ക് വീണ്ടും ഇതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി വെച്ച് കൊടുക്കണം. അതിന് വേണ്ടി വീണ്ടും ബ്രെഡ് നല്ലോണം ഒന്ന് ടിപ്പ് ചെയ്ത് കൊടുക്കാം. മുകളിലേക്ക് വെച്ച് കൊടുക്കാം.
നമുക്ക് നമ്മുടെ ബാക്കിയുള്ള പ്യൂരി നമുക്ക് മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇത് മൊത്തത്തിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം കൊണ്ട് ഒരു ലെയറും കൂടി ഉണ്ടാക്കാനുണ്ട്. അതുവരേക്കും ഈ മിക്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു പാക്കറ്റ് വിപ്പിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ചായി ഒഴിച്ചിട്ട് ഇത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നല്ല സ്റ്റിഫി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു 1/2 കപ്പ് മാംഗോൻ്റെ പ്യൂരി ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ 5 മിനിറ്റ് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ക്രീം കൊണ്ട് ഒരു ലെയർ സെറ്റ് ചെയ്തെടുക്കാം. മൂന്നാമത്തെ ലെയർ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷൻ ചെയ്യാനുണ്ട്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന് ഡിസൈൻ ആക്കി കൊടുക്കാം. ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ മാംഗോൻ്റെ പീസസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൻ്റെ അറ്റത്തെല്ലാം ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാംഗോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ. ഇതേപോലത്തെ ഒരു കസ്റ്റേർഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.